ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഇറാൻ നേരിട്ട് ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നു, അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. ഇത് ഏത് തരത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയാണ് നമ്മുടെ ഇപ്പോഴത്തെ ആഗോള രാഷ്ട്രീയം പരിശോധിച്ചാൽ? ഏറെ ദിവസമായി ഭയപ്പെട്ടിരുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു. ഇസ്രയേലിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 300ഓളം മിസൈലുകൾ ഒരു ഔപചാരികതയുടെ പേരിൽ ഇറാൻ ഇസ്രയേലിനെതിരെ അയച്ചു. പക്ഷെ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല സംഭവിച്ചത്. ടെല്ലവീവിന് നേരെ ഇറാൻ മിസൈലുകൾ തൊടുക്കുകയും 4 മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇറാൻ കൂടി യുദ്ധരംഗത്തേക്ക് വരികയാണ്. നോക്കൂ, ഇറാന്റെ ഉള്ളിൽ ഒരു വലിയ പ്രതിഷേധം പുകയുന്നുണ്ടായിരുന്നു. ഇത്രയധികം തിരിച്ചടികൾ ഇറാൻ എന്ന രാജ്യത്തിന് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുമ്പോഴും ഒരു പോറൽ പോലും ഇസ്രായേലിന് തിരിച്ചേൽപ്പിക്കാൻ ഇറാന് കഴിഞ്ഞില്ല എന്ന ഒരു ദുഃഖം ഇറാന്റെ ഒരു മൗലിക വിഭാഗത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഇസ്രായേലിനെ അങ്ങനെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ ഇറാന് കഴിയില്ല. അത് മാത്രമല്ല, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരുപക്ഷെ ഇസ്രായേൽ ആക്രമണം നടത്തി അതിനെ നിർവീര്യമാക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇസ്രായേലിന് ലഭിക്കുന്ന അമേരിക്കയുടെ പിന്തുണ തീർച്ചയായും ഇറാനെതിരെ ഉപയോഗിക്കുമെന്നത് നിഷ്തർക്കമായ കാര്യമാണ്. അതുകൊണ്ടൊരു എൻഡ് ഗെയിമിൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഇറാന് കഴിയില്ല എന്ന് ഉറപ്പായിരിക്കെ ആഭ്യന്തര ജനതയുടെ ഇറാനുള്ളിലെ ആഭ്യന്തരമായ ഒരു ദാഹം ശമിപ്പിക്കാനായി ഒരു ആക്രമണം നടത്തി എന്ന് വരുത്തുക എന്ന ഒരു ലക്ഷ്യം ഉണ്ട്. ഇനി ഇത് നടക്കാൻ സാധ്യതയുള്ള കാര്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് എന്നോട് ചോദിച്ച ചോദ്യം. ലോകത്തിന്റെ ഗതി എങ്ങോട്ടാണ് എന്ന് പറഞ്ഞാൽ ഇറാന്റെ മുമ്പിൽ ഇറാന്റെ നീക്കങ്ങളാണ് അതിൽ നിർണായകമാകുന്നത്. ഇറാന്റെ മുമ്പിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒരുപക്ഷെ ലോകത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വ്യാപാര വ്യവസ്ഥയെ തന്നെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് 2 കടലിടുക്കുകളുടെ നിയന്ത്രണം ഇറാൻ ഒരുപക്ഷെ ഏറ്റെടുക്കാൻ കഴിയും. ഭാഗികമായിട്ടെങ്കിലും ഹൂതികളുടെ സഹായത്തോടു കൂടി ചെങ്കടലിലേക്ക് കടക്കുന്ന കടലിടുക്ക് ഇറാന് നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ വന്നാൽ അവിടെ ഒരു കപ്പലുകളും ഒരു എണ്ണ ടാങ്കറുകളും ഓയിൽ ടാങ്കറുകളും ചെങ്കടലിലേക്ക് പ്രവേശിക്കില്ല. അതുവഴി മധ്യധരണാരിയിലേക്ക് മെഡിറ്ററേനിയൻ കടലിലേക്ക് സൂയസ് കനാൽ വഴി കപ്പലുകൾ കടക്കാനാവില്ല. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തേത് പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഹോർമൂസ് കടലിടുക്ക്, ഹോർമൂസ് മുനമ്പ്, അത് നിയന്ത്രിക്കുന്നത് ഇറാൻ കൂടിയാണ്. ഇറാന്റെ അനുവാദമില്ലാതെ അതിലേക്ക് കപ്പലുകൾ പ്രവേശിക്കാനാവില്ല. അങ്ങനെ വരുമ്പോൾ ഈ ചില അറബ് രാജ്യങ്ങൾ, ചില ഗൾഫ് രാജ്യങ്ങൾക്ക് UAE ശ്രീ മോഹൻ വർഗീസ്, ദയവായി തുടരുക. ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ പദ്ധതിയിടുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അത് പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അയൺ ഡോം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പ്രതിരോധം. എന്നാലും ഇസ്രായേൽ ഇത് മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷമുണ്ടായ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം തുടങ്ങിയ ആദ്യ ദിനത്തിൽ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ട മിസൈലുകൾ പോലെ ഏതാണ്ട് 5000-ഓളം മിസൈലുകൾ ഒരേ സമയത്ത് തൊടുത്തുവിട്ട കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഇസ്രായേലിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ വാർത്ത. ശ്രീ മോഹൻ വർഗീസ് തുടരുന്നുണ്ട്. സർ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു അതിരൂക്ഷമായ ആക്രമണം തന്നെയാണ്. തുടർച്ചയായി സൈറണുകൾ മുഴങ്ങുന്നുണ്ട് അവിടെ. ഇസ്രായേലിലെ നിലവിൽ എന്താണ് പറയുക, പല ഇന്ത്യക്കാരുമുണ്ട്, മലയാളികൾ കൂടുതലായി ഉള്ളൊരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അപ്പോൾ ഇന്ത്യൻ എംബസി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പലയിടങ്ങളിലേക്കും യാത്ര നടത്തരുതെന്നടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനം അത് അകന്നകന്ന് പോവുകയാണ്. അതിപ്പോൾ ഇറാനും ഇസ്രായേലും വരുന്നു. മറ്റ് ലോകരാജ്യങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നത് വലിയ ചോദ്യമാണ്. ഒരു വലിയ യുദ്ധത്തിന് മുൻപിലാണോ നമ്മൾ? തീർച്ചയായും ഒരു വലിയ സംഘർഷത്തിലേക്ക് തന്നെയാണ്. ഇറാൻ രംഗത്ത് വരുന്ന നിമിഷം തന്നെ സംഘർഷം ഘനീഭവിക്കുകയാണ്. അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ രംഗത്ത് വരാതിരിക്കാമായിരുന്നു. പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ നീങ്ങുന്നത് ഒരു തന്ത്രമാണ്. ഹൂതികളെ, യമനിലെ ഹൂതികളെയും ഷിയ മിലിഷ്യകളായ ഹിസ്ബുള്ളയെയും അതുപോലെ ഗസയിലെ ഹമാസിനെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു പ്രോക്സി യുദ്ധം എന്ന ഇറാന്റെ സ്ട്രാറ്റജി ഇപ്പോൾ ഫലിക്കാതെ വന്നു. ആ പ്രോക്സികളുടെ എല്ലാം തന്നെ പ്രഹരശേഷി കൺസിഡറബിളായി കുറയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.
അങ്ങനെ വരുമ്പോൾ ഇറാൻ നേരിട്ട് യുദ്ധരംഗത്തേക്ക് വരാൻ നിർബന്ധിതരാകുന്ന കാഴ്ചയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തരമായ ഒരു വലിയ സമ്മർദ്ദം ഇറാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇറാൻ നേരിട്ട് വരുമ്പോൾ സ്ഥിതിഗതികളാകെ മാറുകയാണ്. ഇറാന് മുന്നോട്ട് ഇപ്പോൾ തന്നെ വലിയ ഉപരോധം കാരണവും മറ്റും വളരെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. ഇറാൻ ഇപ്പോൾ നല്ല സാമ്പത്തിക നിലയിലാണെന്ന് പറയാനാവില്ല. തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. അതുമാത്രമല്ല ഇറാനിൽ ഒരു മിതവാദ വിഭാഗമുണ്ട്. ഇറാനിലെ ഒരു തീവ്ര ഇസ്ലാമിക് ഭാഗമുണ്ട്. അത് മാത്രമല്ല ഒരു മിതവാദ വിഭാഗവുമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചത് ഇറാനിലെ മിതവാദ വിഭാഗത്തിനാണ്. അതുകൊണ്ട് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ആ വിഭാഗത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയ ഭാഗമുള്ളത് ആയത്തുള്ള അലി ഖൊമൈനിയുടെ വാക്കുകൾ, അദ്ദേഹത്തിന് തീവ്ര നിലപാടുകൾ, അദ്ദേഹം തന്നെ ഒളിവിൽ പോയി എന്ന് കേൾക്കുന്നു. അപ്പൊ ഇസ്രയേലിന് എന്ത് വില കൊടുത്തും മറുപടി നൽകിയാൽ മാത്രമേ ഒരു ഭരണകൂടത്തിന് നിലനിൽക്കാനാവൂ എന്ന ഡെമോക്രാറ്റിക് ഇറാന്റെ പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് കാണാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ഇറാൻ ഇപ്പോൾ രംഗത്ത് വരികയാണ്. മുൻപ് രംഗത്ത് വന്നതുപോലെ അല്ല. മുൻപത്തേത് ഔപചാരികം മാത്രമായിരുന്നു. കഴിഞ്ഞ തവണ നടത്തിയ ആക്രമണം 300ഓളം മിസൈലുകൾ ഔപചാരികമാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി യാഥാർത്ഥ്യ അധിഷ്ഠിതമായ ആക്രമണമാണ്. ഈ പ്രതീക്ഷയാണുള്ളത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിശക്തമായ വാക്കുകളിൽ ഇറാൻ താക്കീത് കൊടുക്കുന്ന ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് താക്കീത് കൊടുക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഇസ്രായേൽ ചെയ്യാൻ സാധ്യതയുള്ള ആദ്യ കാര്യമെന്ന് പറയുന്നത് ഇറാന്റെ ആണവ കേപ്പബിലിറ്റീസ് അതിനു നേരെയുള്ള അത്യുഗ്രമായ ആക്രമണമായിരിക്കാം ഒരു പക്ഷേ നടക്കുന്നത്. കാരണം ഇതൊരു ആണവ യുദ്ധത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു കാരണവശാലും ഇസ്രായേൽ ആഗ്രഹിക്കില്ല. ഇസ്രായേൽ ഒരു ആണവ ശക്തിയാണ്. പ്രഖ്യാപിത ആണവ രാജ്യമല്ല എങ്കിൽ പോലും ഇസ്രായേലിലെ ഡെമോണ പ്ലാന്റും എല്ലാം ഉള്ളതുകൊണ്ട് തീർച്ചയായും ഒരു 300ഓളം ആണവ പോർമുനകൾ കൈവശമുണ്ട് എന്ന് കരുതപ്പെടുന്ന രാജ്യമാണ്. അതുകൊണ്ട് അയൽ രാജ്യങ്ങളുമായുള്ള ശക്തി സന്തുലന അവസ്ഥ നിലനിർത്തണമെങ്കിൽ ആണവ ശേഷി ഒരു ഡിറ്ററന്റ് എന്ന നിലയിൽ ഇസ്രായേലിന് പ്രയോഗിച്ചെങ്കിലേ പറ്റൂ. അതുകൊണ്ട് പ്രയോഗിച്ചില്ല എങ്കിൽ പോലും ശത്രു രാജ്യങ്ങൾ അതിക്രമം നടത്തുന്നതിന് തടയുന്നതിന് വേണ്ടിയുള്ള ഡിറ്ററന്റായി ഈ ആണവ ശക്തിയെ ഇസ്രായേൽ കാണുന്നു. പക്ഷെ ഇറാന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇറാൻ ഒരുപക്ഷെ ക്ലാൻഡസ്റ്റൈൻ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം ഇറാൻ ഉണ്ട്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ, ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടോ എന്ന സ്ഥിരീകരണമില്ല, പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്ഥിതിഗതികൾ ആകെ മാറി മറിയും. അതുകൊണ്ടാണ് ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ പൂർണ്ണമായി ഇറാനെയോ ഇസ്രായേലിനെയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കീഴടക്കാൻ സാധിക്കില്ല. അത് ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് മനസ്സിൽ വെച്ചുകൊണ്ടാകണം. ഇസ്രായേലിന്റെ ഭൂമിയുടെ ഏതാണ്ട് ഒരു 100 ഇരട്ടിയോളം ഭൂമിയാണ് ഇറാനുള്ളത്. ജനസംഖ്യ 10 മടങ്ങെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് ഇസ്രായേലിനൊന്നും ഇറാൻ എന്ന വലിയ രാജ്യത്തെ പൂർണ്ണമായി കീഴടക്കാനോ അടക്കി ഭരിക്കാനോ ഒന്നും കഴിയില്ല. പക്ഷേ അൺആക്സെപ്റ്റബിൾ ഡാമേജസ് ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ കഴിയുമെന്നത് നിസ്തർക്കമായ കാര്യമാണ്. വ്യക്തമാണ്. വളരെ വ്യക്തമായ വിലയിരുത്തലാണ് ഡോക്ടർ മോഹൻ വർഗീസ് നടത്തിയ വിദേശകാര്യ വിദഗ്ധൻ. ആ രീതിയിൽ ഒരു അപായ സൂചന എന്ന് തന്നെ പറയാം. ലോകത്ത് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനം വീണ്ടും അകന്നു പോകുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ എന്ന രീതിയിൽ തുറന്ന യുദ്ധത്തിന് കൊപ്പുകൾ കൂട്ടുന്നത്. നിലവിലെ ശക്തമായ ആക്രമണം, അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിഷ്വൽസ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.